കെ.എസ്.ആർ.ടി.സി ബസും കോളേജ് ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ 55-ാം മൈലിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. നിതിൻ തോമസ് വിവരങ്ങൾ നൽകും. നിതിൻ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എങ്ങനെയാണ് പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഇന്ന് രാവിലെ 8:30യോടെയാണ് മോത്തി ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അപകടത്തിൽ 12ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരുടെയൊക്കെ നില പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇവരെ ഉടനെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അധികം ഭയപ്പെടാനൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാറിനും പീരുമേടിനും ഇടയിൽ 55-ാം മൈലിലാണ് ഇത്തരത്തിൽ കെ.എസ്.ആർ.ടി.സി ബസും കോളേജ് ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കുമളിയിലേക്ക് വരികയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസും അതുപോലെ തന്നെ കുമളി ഭാഗത്തു നിന്നും കോളേജിലേക്ക് പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിന്റെ ബസ്സാണ് ഇത്തരത്തിൽ കൂട്ടിയിടിച്ചത്. ഈ കോളേജിലേക്ക് പോവുകയായിരുന്ന കുട്ടികളെ എടുത്ത് കോളേജിലേക്ക് പോവുകയായിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാത തന്നെ സ്ഥിരം അപകട മേഖലയാണ്. ചെങ്കുത്തായ ഇറക്കങ്ങളും അതുപോലെ തന്നെ അപകട വളവുകളുമുള്ള സ്ഥലമാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഈ ദേശീയപാതയിൽ അപകടമുണ്ടാവാൻ. അത്തരത്തിൽ തന്നെ ഒരു അപകടമാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഇരു ബസ്സുകളും നേർക്കുനേർ കൂട്ടിയിടിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നുള്ള കാര്യം, നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വിശദമായി അന്വേഷിച്ചതിന് ശേഷമേ മനസ്സിലാകൂ. എന്തായാലും പീരുമേട് പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ശരി, നിതിൻ തോമസാണ് വിശദാംശങ്ങൾ നൽകിയത്. കെ.എസ്.ആർ.ടി.സി ബസും കോളേജ് ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്.